ഹായ് ഓൾ, വെൽക്കം ടു മെൻഡസ് കൊമേഴ്സ് അക്കാദമി +2 തുല്യത ബിസിനസ് സ്റ്റഡീസ് അക്ഷര കൈരളി 2026 മോഡൽ പരീക്ഷയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കി പോവാം. ഇതിൻ്റെ എല്ലാം വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. ഇപ്പോൾ ചാപ്റ്റേഴ്സും മെയിൻ പോയിൻറ്റ്സും പറഞ്ഞു പോവാം. മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ ഏതെങ്കിലും 2 സ്വഭാവ സവിശേഷതകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ 2ാമത്തെ പാഠത്തിൽ വരുന്നതാണ് മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ സ്വഭാവ സവിശേഷതയായിട്ട് വരുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഫസ്റ്റ് ഭാഗത്ത് കിടക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ പ്രാധാന്യം എഴുതിയാലും കുഴപ്പമില്ല. ഇത് എന്ന് വെച്ചാൽ സർവ്വവ്യാപി എന്ന് പറയുന്നുണ്ട്, എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വഴക്കമുള്ളതാണെന്ന് പറയുന്നുണ്ട്, നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പിന്നെ കരുതലോടെയുള്ള പ്രയോഗം എന്ന് പറയുന്നുണ്ട്. എല്ലാ തത്വങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ്, മനുഷ്യരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാനുള്ളതാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിലേതെങ്കിലും 2 സ്വഭാവ സവിശേഷതകൾ എഴുതാം. ഇനി മാനേജ്മെൻറ്റ് ബഹുവിധ മാനമുള്ളതാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ സവിശേഷതകളിൽ വരുന്നതാണ് ആ 3 പോയിൻ്റ്. അത് എന്തായാലും പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ബഹുമാനമുള്ളതെന്ന് പറയാനുള്ള കാരണം, ബഹുവിധ മാനമുള്ളത് എന്ന് പറയാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് അതിൻ്റെ പ്രാധാന്യത്തിൽ നമ്മൾ അതിൻ്റെ സവിശേഷതകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നോക്കുക. നമ്മൾ പീപ്പിളിനെ മാനേജ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വർക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ, മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, പിന്നെ മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ്, പ്രക്രിയ, വ്യക്തി മാനേജ്മെൻറ്റ്, ക്രിയാ മാനേജ്മെൻറ്റ്, പ്രവൃത്തി മാനേജ്മെൻറ്റ്. ഈ 3 കാര്യം മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ് മാനേജ്മെൻറ്റിനെ ബഹുവിധമാനമുള്ളതെന്ന് പറയുന്നത്. ആസൂത്രണത്തിൻ്റെ 2 പരിമിതികൾ എഴുതുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4ാം പാഠത്തിൽ വരുന്നതാണ് ആസൂത്രണം. അതിൻ്റെ ഏതെങ്കിലും 2 പരിമിതികൾ എന്ത് ചെയ്യണം, നോക്കി വെച്ച് പോകണം. ആസൂത്രണം എന്ന് പറയുന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് എന്ത് ആസൂത്രണം എന്ന് പറയുന്നത്. അതിൻ്റെ പരിമിതികൾ പറയുകയാണെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കർക്കശത്തിലേക്ക് നയിക്കുന്നു, കാരണം ഓൾറെഡി ആസൂത്രണം ചെയ്ത് വെച്ച് അതേപോലെ കാര്യങ്ങൾ നടക്കണം. അപ്പോൾ ആസൂത്രണം കർക്കശത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ പരിസ്ഥിതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക, അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിക്ക് അനുയോജ്യമല്ല നമ്മുടെ പ്ലാനിങ്, ആസൂത്രണം. പിന്നെ ആസൂത്രണം ചെലവേറിയിട്ടുള്ളൊരു പ്രക്രിയയാണ്, ആസൂത്രണം സമയം കൊല്ലുന്ന പ്രക്രിയയാണ്, ആസൂത്രണം വിജയം ഉറപ്പു തരണമെന്നില്ല. ഇതൊക്കെ ഇതിൻ്റെ പരിമിതികളായിട്ട് നമുക്ക് എഴുതാം. പിന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ചുള്ള ഏതെങ്കിലും 2 ഉപഭോക്തൃ അവകാശങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംരക്ഷണത്തിനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതെന്തായാലും പഠിക്കണം. മേൽനോട്ടത്തിൻ്റെ 2 പ്രാധാന്യം. മേൽനോട്ടം വരുന്നത് നമ്മുടെ മാർഗ്ഗനിർദ്ദേശം എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. അപ്പോൾ മേൽനോട്ടം വഹിക്കുക എന്ന് പറയുമ്പോൾ വർക്കറുടെ പ്രവൃത്തി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മേൽനോട്ടം ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ എന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ വേസ്റ്റേജ് ഉണ്ടാവില്ല, വർക്കേഴ്സ് നന്നായിട്ട് വർക്ക് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിൽ അതൊന്ന് നോക്കുക. സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും 4 വിക്രയ സംവർദ്ധന പ്രവർത്തനങ്ങൾ, നമ്മുടെ സെയിൽ കൂട്ടാനുള്ളതൊന്ന് റിബേറ്റ് കൂട്ടുക, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക, സെയിൽസ് പ്രൊമോഷൻ കൊടുക്കുക, പിന്നെ അല്ലെങ്കിൽ എക്സ്ട്രാസ് കൊടുക്കുക, കൂപ്പൺസ്, ലക്കി ഡ്രോ, അതൊക്കെ അവിടെ എഴുതാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പബ്ലിസിറ്റി, അഡ്വർടൈസ്മെൻറ്റ്, പേഴ്സണൽ സെല്ലിംഗ് ഒക്കെ എഴുതാൻ പറ്റും. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, സ്കേലാർ ചെയിനും ഗാങ് പ്ലാങ്കും വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് എന്തായാലും വാച്ച് ചെയ്യുക. അതൊരു ആശയവിനിമയം നടത്താനുള്ളൊരു ശ്രേണിയാണ് എന്ത് ഈ സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. ഹെൻറി ഫയോളിൻ്റെ ഒരു മാനേജ്മെൻറ്റ് തത്വത്തിൽ വരുന്നതാണ്. ഒരു ഓർഡർ ഉണ്ട് ആശയവിനിമയം ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് സ്കേലാർ ചെയിൻ്റെ പ്രിൻസിപ്പിളിൽ നമ്മൾ പറയുന്നത്. ഇനി ഏത് എമർജൻസി വരികയാണെങ്കിൽ ആ ഓർഡർ കീപ്പ് ചെയ്യാതെ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആശയവിനിമയം ചെയ്യാം. അതിനുള്ള സംവിധാനമാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റിൻ്റെ ആന്തരിക ഉറവിടങ്ങൾ ചുരുക്കി വിവരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആന്തരിക ഉറവിടത്തിൽ വരുന്നതാണ് നമ്മുടെ ട്രാൻസ്ഫറും പ്രൊമോഷനും. സ്ഥാനക്കയറ്റും സ്ഥാനമാറ്റും, സ്ഥലം മാറ്റം വരുന്നുണ്ട്. ബാഹ്യ ഉറവിടമാണ് അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ തന്നെ നേരിട്ടുള്ള നിയമനം, താൽക്കാലിക നിയമനങ്ങൾ, അതൊക്കെ വരുന്നത്. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള ത്രിതല പ്രശ്നപരിഹാര സംവിധാനത്തെക്കുറിച്ച് വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അത് കാണുക. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ മെയിനായിട്ട് വരുന്നത് ഡിസ്ട്രിക്റ്റ് ഫോറം, ജില്ലാ ഫോറം, അതുപോലെ തന്നെ ദേശീയ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ. ഡിസ്ട്രിക്റ്റ് ഫോറം, സംസ്ഥാന കമ്മീഷൻ, ദേശീയ കമ്മീഷൻ, അങ്ങനെ 3 വരുന്നുണ്ട്. അതിൻ്റെ ലിമിറ്റ് നിങ്ങൾ നോക്കണം.
പിന്നെ അധികാര കൈമാറ്റത്തിൻ്റെ വിവിധ ഘടകങ്ങൾ നമ്മുടെ സംഘാടനം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നിട്ടുണ്ട്. ആശയവിനിമയ പ്രക്രിയയിലെ വിവിധ ഘടകങ്ങൾ എഴുതുക. അത് ഡയഗ്രാം വരച്ച് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെൻഡർ മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു. ഒരു ചാനൽ വഴി നമ്മൾ സെൻഡ് ചെയ്യുന്നു. റിസീവറുടെ അടുത്തേക്ക് അത് റിസീവർ റിസീവ് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു, ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ആ കാര്യം ഒന്ന് നോക്കണം. ധനകാര്യ തീരുമാനങ്ങൾക്ക് കീഴിൽ വരുന്ന വിവിധ തീരുമാനങ്ങൾ എഴുതാനാണ് പറയുന്നത്. അത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ധനകാര്യ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒന്ന് റെഫർ ചെയ്യുക. പിന്നെ ഉൽപ്പന്നത്തിൻ്റെ വില നിർണ്ണയത്തെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങളുണ്ട്. വില നിർണ്ണയിക്കുന്നത് നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തതാണ്. സാധനത്തിൻ്റെ വില, സാധനം ഉൽപ്പാദിപ്പിക്കാൻ വരുന്ന ചിലവ്, പിന്നെ നമ്മുടെ കൂടെ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് അവർ ചാർജ് ചെയ്യുന്ന പ്രൈസ്, പിന്നെ നമ്മുടെ ലക്ഷ്യം, ഇതൊക്കെ ഒരു ഐറ്റത്തിൻ്റെ വില നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സാണ്. ധനകാര്യ ആസൂത്രണത്തിൻ്റെ ഏതെങ്കിലും 4 പ്രാധാന്യം എഴുതാനായിട്ട് പറയുന്നുണ്ട്. ഔപചാരിക സംഘടനയും അനൗപചാരിക സംഘടനയും തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്. ഔപചാരികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ബോധപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു അസോസിയേഷനാണ് ഔപചാരിക സംഘടന. അവിടെ എല്ലാ കാര്യങ്ങളും ഫോർമലായിരിക്കും, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും ഒന്നും അവിടെ വരില്ല. അനൗപചാരിക സംഘടന എന്ന് പറയുന്നത് ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അവിടെ നമ്മുടെ സ്വയമേ ഉണ്ടായി വരുന്നതാണ്. ആൾക്കാർ ഒരു ഓർഗനൈസേഷനിൽ വരുന്നു, ഒത്തുകൂടുന്നു, അങ്ങനെ വരുന്നതാണ് അനൗപചാരിക സംഘടന. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. നിയന്ത്രിക്കലിന് 4 പരിമിതികൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 27ാമത്തെ ക്വസ്റ്റ്യൻ പിന്നെയും ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉറപ്പു നൽകുന്ന ഏതെങ്കിലും 4 ഉപഭോക്തൃ അവകാശങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ അവകാശം, സംരക്ഷണത്തിനുള്ള അവകാശം, നമുക്ക് കൺസ്യൂമർ എഡ്യൂക്കേഷനുള്ള അവകാശം, പരാതി കൊടുക്കാനുള്ള അവകാശം, പരാതി പരിഹരിച്ച് കിട്ടാനുള്ള അവകാശം, അങ്ങനെ കുറച്ച് അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്തായാലും നോക്കി വയ്ക്കുക. മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ 5 സ്വഭാവ സവിശേഷതകൾ പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആസൂത്രണത്തിൻ്റെ പ്രക്രിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 4ാമത്തെ പാഠത്തിൽ അത് ചോദിക്കുന്നുണ്ട്. പിന്നെ മാസ്ലോയുടെ അവശ്യശ്രേണി സിദ്ധാന്തം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മാർഗ്ഗനിർദ്ദേശം എന്ന ചാപ്റ്ററിൽ നമ്മുടെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിവിധ വിപണന നിർഭങ്ങൾ അത് ചോദിച്ചിട്ടുണ്ട്. ഉദ്യോഗവൽക്കരണ പ്രക്രിയ, അതും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയായിരുന്നു നമ്മുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. ഒരുവിധം ഇമ്പോർട്ടൻ്റ് ഏരിയാസാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്ത് പോവാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.